ഇറാനെതിരെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതായത് ഞങ്ങൾ ആക്രമിക്കേണ്ട സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് ആക്രമിച്ചു, അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു, അവരുടെ സൈനിക ശക്തിയെ ഇല്ലാതാക്കി. ഇതൊക്കെ പറയുമ്പോഴും ഇറാൻ ഇപ്പോഴും പ്രതിരോധിക്കുന്നുണ്ട്, അത് ലോകം കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാന്റെ പ്രതിരോധം എന്ന് പറയുന്നത് നേരിട്ട് അമേരിക്ക മാത്രമല്ല, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉൾപ്പെടെയുള്ള GCC മേഖലയിലേക്ക്, ഹോർമൂസിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെ അപ്പോൾ പ്രോക്സികളെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് പറയുന്നതിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുമോ? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഏത് നിമിഷം അവസാനിക്കാം, ഞാൻ തീരുമാനിക്കുമ്പോൾ അത് യുദ്ധം തീരും. പിന്നെ മാത്രമല്ല, ഇനിയിപ്പോൾ ഇറാനിൽ ആക്രമിക്കാൻ ബാക്കിയൊന്നുമില്ല എന്നുള്ളതാണ്, ഒരുവിധമെല്ലാം ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് പറയുമ്പോൾ അവിടുത്തെ പ്രധാന സ്ഥലങ്ങളെയൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും പറയുന്നത്. ടെഹ്റാനുണ്ട്, ടബ്രീസ് ഉണ്ട്, കോം, പിന്നെ കെർമാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്കാണ് മെയിൻലി ഇപ്പോൾ ഈ ആക്രമണം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ബാങ്ക്, അതേപോലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, പിന്നെ ഇസ്ഫഹാൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ന്യൂക്ലിയർ പ്ലാന്റ് ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടേക്കാണ് കൂടുതൽ ആക്രമണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇപ്പോൾ ട്രംപിൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ച് നമ്മളത് മുഴുവനും വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് സംശയമാണ്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറാൻ ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ഇനിയും വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഈസി ആയിട്ട് അടിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്. അത് അവർ ഒരുപക്ഷെ അത്രയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഈ ഇറാൻ പോയിട്ട് ഹോർമസ് ആക്രമിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20% ഓഫ് ദി എൻ്റയർ ഓയിൽ ഇൻഡസ്ട്രി അതിലൂടെയാണ് പാസ് ചെയ്യുന്നതും പോകുന്നതും ഒക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.